അങ്ങനെ പൂരങ്ങളുടെ നാടായ നമ്മുടെ തൃശ്ശൂര് കലയുടെ പൂരം അങ്ങ് എത്തിക്കഴിഞ്ഞു. ഈ പ്രാവശ്യത്തെ കലോത്സവത്തിന് ഒരു ടാഗ് ലൈൻ ഉണ്ട്. അതെന്താന്ന് കുഞ്ഞാറ്റയ്ക്ക് അറിയോ? പൊൻതിളക്കത്തിൽ കലോത്സവം. യെസ്. അത് മാത്രല്ല വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും? ഓരോ വേദികളുടെ പേരും പൂക്കളുടെ പേരാണ്. അതെ, 25ഓളം വേദികളുണ്ട്. അതിലത്തെ പ്രധാന വേദിയുടെ പേര് സൂര്യകാന്തി, അതെ, 25ാമത്തെ വേദിയുടെ പേര് ചെണ്ടുമല്ലി, സെന്റുമല്ലി. അതല്ലാതെ നമ്മൾ ഈ പ്രാവശ്യം ജൂഡിമോളെ കൊണ്ടാണ് വന്നിട്ടുള്ളത്. തുടങ്ങി കഴിഞ്ഞ ജൂഡിമോൾക്ക് വരാൻ പറ്റില്ലല്ലോ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും കുഞ്ഞാറ്റയ്ക്ക് പ്രത്യേകത ഉണ്ടാ? ഗ്രീൻ പ്രോട്ടോകോളിന്റെ ഭാഗമായി 25 കൊട്ടകളും 50 ചൂലുകളും ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. സ്കൂളിന്റെ പേരും കൂടി ഒന്ന് പറയാം. സെന്റ് അഗസ്റ്റിൻ HSS കൂട്ടനല്ലോ. യെസ്, ഞാൻ പഠിച്ച സ്കൂളും കൂടിയാണ്. അതായത് 27 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ തൃശ്ശൂര് 1999-ലാണ് ഇങ്ങനെ ഒരു കലോത്സവം വന്നിട്ടുള്ളത്. ഇപ്പോ 64ാമത്തെ കലോത്സവമാണ് നമ്മുടെ തൃശ്ശൂർ നടക്കുന്നത്. ഈ കലാവേദി കാണാൻ എങ്ങനെയുണ്ട് കുഞ്ഞാറ്റെ? അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ തൃശ്ശൂർക്കാർ വേണം ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ. എന്തായാലും ഞങ്ങൾ ഈ 5 ദിവസം ഇവിടെ ഉണ്ടാവില്ലേ? ഉറപ്പ്. ഉറപ്പായിട്ടും. അപ്പൊ നമ്മൾ എല്ലാവർക്കും അവിടെ വെച്ച് കാണാം. ഞങ്ങൾ ഈ 5 ദിവസം ഉണ്ടാവും. നമുക്കിത് അടിപൊളിയാക്കണം കേട്ടോ.